ഒറ്റ കോൾ പോലും വന്നിട്ടില്ല. എനിക്ക് ഞാൻ വിളിക്കാം, നമ്പർ തരുമോ ചേട്ടാ? എനിക്ക് ഭയങ്കര റെസ്പെക്ട്. ഒരു നമ്പർ ഉണ്ട്, ഞാൻ തരാം. തരണം കേട്ടോ, ഞാൻ ഫോണിലുണ്ട്. ഇല്ല, അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമകൾക്കും ഇങ്ങനെയുള്ള എഫേർട്സും ടെൻഷനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പം അത് എല്ലാവരും ഇതിലൂടെ ഇപ്പം എൻ്റെ വേറെ ഫ്രണ്ട്സും ഒക്കെ ഇത്രയും സ്ട്രെസ്സിലൂടെ പല സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സിനിമേന്റെ ഒരു ഭാഗമായതുകൊണ്ട് അത് പറയാൻ വേണ്ടി ആരും വിളിച്ചിട്ടില്ല. അല്ല, ഇത്രയും സ്ട്രെസ് ഒക്കെ എടുത്ത വേറെ സിനിമ ഏതാണ് ചേട്ടാ? ഇത്രയും സ്ട്രെസ് എടുത്ത വേറെ സിനിമ സ്ട്രെസ് അല്ല, ഒരു ഫിസിക്കൽ ടയർഡ്നെസ് ഒക്കെ ഉണ്ടായത് ട്രാൻസ് ആയിരിക്കും. ഈ എല്ലാം വൈറ്റ് ഷോട്ട്സും ലോങ് ഷോട്ട്സും വലിയ പെർഫോമൻസസും ഈ നമ്മളെ സുവിശേഷമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര ടയർഡാവും. ഇങ്ങനെ സംസാരിച്ച് ഒച്ചയൊക്കെ പോയായിരുന്നോ? ആണല്ലേ? എത്ര ദിവസമൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടു? ഉച്ച കംപ്ലീറ്റ്ലി ഇല്ലാഞ്ഞ ദിവസങ്ങളുണ്ട്. സിനിമ പ്രൊഡക്ഷൻ കൂടി ഏറ്റെടുക്കുമ്പോൾ ഫഹദിനേക്കാൾ റെസ്പോൺസിബിൾ ആകുന്നത് നസ്രിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നസ്രിയ റെസ്പോൺസിബിൾ ആയി ചേട്ടന് തോന്നിയിട്ടുള്ളത്? ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്നറിയോ? രാവിലെ എഴുന്നേറ്റ് പോവും, രണ്ടുപേരെ എഴുന്നേറ്റ് വിടുകയും ചെയ്യും. അല്ല, ഇതെല്ലാം ഉപരി ഒരു ഷൂട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ട് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. റൈറ്റ് ഫ്രം ഇന്റർവ്യൂ പ്രൊമോഷൻസ് ഏതൊക്കെ ചാനലിൽ കൊടുക്കണം ആലോചിക്കുന്നത് വരെ നസ്രിയാണ്. അത് സജ്ജീകരണം, അതൊക്കെ ഡയറക്ടറിനെ വിട്ടേക്കും. പ്രൈമറിലി ഒരു ഷൂട്ട് ഇപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളാണെങ്കിൽ ആ ഷൂട്ടിന്റെ ഫങ്ഷനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻലി ആക്ടേഴ്സ് അക്കോമഡേഷനും അങ്ങനെയുള്ള, പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഒരു സീൻ ഒരു സിനിമ ചർച്ച ചെയ്യുന്ന സമയത്താണ്, സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് നസ്രിയ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത്. അനിയത്തി പ്രാവ് പോലെ ഒരു സിനിമ ചെയ്യാമെന്ന് പലതവണ മഹേഷ് നാരായണനോടും ശ്യാം പുഷ്കറിനോടും ദിലീഷ് പോത്തനോടും പറഞ്ഞിട്ടുണ്ട്. അനിയത്തി പ്രാവ് ഒരു പടമല്ല, ഇങ്ങനെ ഈ നെക്സ്റ്റ് ബോയ് പാവപ്പെട്ട ഒരു പയ്യന്റെ ഒക്കെ കഥ. സാധാരണക്കാരൻ മഹേഷ് ഇപ്പം ദിലീഷായിട്ട് മഹേഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പമില്ല, തന്നാ ചെയ്യാം. എല്ലാം പറയുന്നില്ല, ആരും കേൾക്കുന്നില്ല. എനിക്കൊരു ഐഡിയ, എന്നെ സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അത് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അങ്ങനത്തെ ഒരു സിനിമ എത്ര കാലമായിട്ടാ കൊതിയാവുന്നു. ചെയ്യണം, ഉടനെ ചെയ്യണം. പ്രതീക്ഷിക്കാൻ പറ്റും. എനിക്ക് തന്നെ എന്നെ പറ്റി ഒരു പ്രതീക്ഷയില്ല. നോക്കട്ടെ എന്താ ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. അപ്പൊ തീർച്ചയായും ഇത് മനസ്സിൽ വെച്ചേക്കാം, ഇങ്ങനത്തെ ഈ സ്വഭാവമുള്ള ഒരു സിനിമ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാണാനായിട്ട്. തീർച്ചയായും ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏറി കയറുമോ എന്തോ. സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസും പരിപാടികളും ഒക്കെ സത്യമായും ബോറടിപ്പിക്കാറുണ്ട്. ഉണ്ടല്ലേ? ഇപ്പൊ ബോറടിപ്പിക്കുന്നല്ല, ബോറടിപ്പിക്കുന്നത് ഇന്റർവ്യൂസ് ഒന്നും അല്ല. എന്ന് വെച്ചാൽ